ഇന്നും മനുഷ്യരെ വേർതിരിച്ച് കാണുന്നവർ, പല രീതിയിലും വേർതിരിച്ച് കാണുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. പണത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ പല രീതിയിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്നവർ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഒരിക്കൽ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എന്ന് പറഞ്ഞൊരു ഉപദേശി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ത്വക്കിന്റെ നിറം, അദ്ദേഹത്തിന്റെ ഈ തൊലിയുടെ നിറം കറുത്ത നിറമായിരുന്നു. അപ്പം ഇതിനെ ചൊല്ലി അദ്ദേഹം ഒരിടത്ത് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ അതിനെ ചൊല്ലി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുവാനിടയായി. ഈ ഒറ്റപ്പെടുത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടായി. കാരണം നിറത്തിന്റെ പേരിലാണ് ഒറ്റപ്പെടുത്തിയത്. ആ സമയം ദൈവം അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അദ്ദേഹം ഒരു ഗാനം എഴുതുകയും ചെയ്തു. ആ ഗാനത്തിന്റെ വരികൾ ഇങ്ങനെയാണ്: നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടാവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. അന്ന് അദ്ദേഹം നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ ഇന്നും അത് തുടരുന്നുണ്ട്. നിറത്തിന്റെ പേരിലും, മതത്തിന്റെ പേരിലും, ജാതിയുടെ പേരിലും അത് പല രീതിയിൽ വേർതിരിച്ച് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഉണ്ട്. കൂട്ടുകാരെ പല രീതിയിൽ വേർതിരിച്ച് കാണുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നുമില്ലാത്ത, ഒരു വേർതിരിവുമില്ലാത്ത, നീതിയോടെ വിധിക്കുന്ന ഒരു രാജാവ്, എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണുന്ന, ഒരുപോലെ നോക്കുന്ന, പാവപ്പെട്ടവനൊന്നോ പണക്കാരനൊന്നും ഇല്ലാത്ത ഒരു നല്ലവനായ രാജാവ്. ആ രാജാവ് ഒരിക്കൽ, ഒരു നാൾ, ഇന്നല്ലേ നാളെ വാനമേഘത്തിൽ വെളിപ്പെടും. എന്നും പറയുന്നത് പോലെ അവന്റെ പേര് യേശു കർത്താവ്. ആ യേശു കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. നമ്മുടെ അല്ലലുകളെല്ലാം മറക്കാം. വേദനകൾ നിറഞ്ഞതായിരിക്കാം, പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കാം, പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കാം, സമൂഹത്തിൽ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം. മാറ്റി നിർത്തുവനെ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനെ ചേർത്ത് നിർത്തുന്ന ആ നല്ല രാജാവ്, നീതി സൂര്യനായ കർത്താവ് വാനമേഘത്തിൽ വെളിപ്പെടും. അവന്റെ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.